ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനൊരു ഫേസ് പാക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. 100% റിസൾട്ട് കിട്ടുന്ന, വെളുക്കാൻ വേണ്ടിയിട്ട് അറബികൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. വൈറലായ ഒരു അറബിക് ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 പൊട്ടറ്റയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഉരുളൻകിഴങ്ങ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് കാണുന്നത് ഒരു അറബിക് ചാനലിലാണ്. അപ്പോൾ അറബിക് ചാനലിൽ കണ്ട ഫേസ് പാക്കാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് തന്നെ വന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണ്. മാത്രമല്ല ഇത് നല്ലൊരു വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കൂടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഞാൻ 3 പൊട്ടറ്റോയും നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്കൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകൾ, അതേപോലെ തന്നെ കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിപ്പം പൊട്ടറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചീകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട മറ്റേ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ ഇതേപോലെ നല്ല കുഞ്ഞു നല്ല സ്ക്രാപ്പഡ് കോക്കനട്ടില്ലേ, അതേപോലെ തന്നെ നമുക്ക് കിട്ടണം. നല്ല തീരെ പോലെ ഇങ്ങനെ കിട്ടണം. അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടിയിൽ നമ്മളിത് ഗ്രേറ്റ് ചെയ്യാൻ പറ്റരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല പീര പോലെ തന്നെ ഇരിക്കണം. തേങ്ങയുടെ പീര കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഞാൻ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ ഫേസിലും അതേപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഈ എക്സസ് ഓയിലൊക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല നല്ല ഒരു ഗ്ലോ കിട്ടിയതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. ഇതിലേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മിൽക്കാണ്, റോ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം എത്ര അളവെന്ന് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഈ പൊട്ടറ്റോ നമ്മൾ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. ഇത് ഇപ്പോൾ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ എടുക്കേണ്ടത് കോൺഫ്ലവർ തന്നെയാണ്. അപ്പോൾ കോൺഫ്ലവർ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപക്ഷെ കോൺഫ്ലവർ കിട്ടിയില്ലെങ്കിൽ തന്നെ ഒന്ന് മൈദ ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയാണ് എടുക്കുന്നത്. നമ്മൾ എപ്പോഴും ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വെറും സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിമ്മിലിട്ട് മാത്രമേ, ചെറിയ തീ കൊടുത്തിട്ട് മാത്രം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് കുറുക്ക് പരുവാകുമ്പോൾ മീൻസ് തിക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ അത് ബബിൾസ് വരുന്നുണ്ട്. ഈ സമയമായപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്താണ് നമ്മൾ തീ ഓഫാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഞാനൊരു ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആറിയതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയില്ലായിരിക്കും. ചൂട് കൊണ്ട് ഇത് വേറൊരു ടെക്സ്ചറിലേക്കായിട്ട് മാറും. അപ്പോൾ നന്നായിട്ട് ആറിയതിന് ശേഷമാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു മിക്സ് ഇപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കണമെന്നില്ല, ഇപ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തത്. ഇതേപോലെ സ്മൂത്താക്കി ഒരു പേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു
ഫേസ് പാക്ക് എനിക്ക് 2 ആഴ്ചത്തേക്ക് ഉണ്ടാകും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുക മാത്രം ചെയ്താൽ മതി. ഇപ്പം മടിയന്മാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് സമയമുള്ളപ്പം ജോലിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ദിവസം ഒരു വീക്കെൻഡ് നമുക്ക് ലീവൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏകദേശം 2 സ്പൂണൊക്കെ മതിയായിരിക്കും ഡെയിലി നമുക്ക്. അപ്പോൾ അതെടുത്ത് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആകുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ ഇതേപോലെ നല്ല സ്മൂത്ത് ആക്കിയിട്ട് നമ്മുടെ ഫേസ് പാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു ഗ്ലാസ് ജാറിലേക്കോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്കോ വെള്ളം പറ്റാത്ത രീതിയിൽ നമ്മളൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഈ ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം പറ്റാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഞാനിപ്പോൾ ഒന്ന് കയ്യിലിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 കോട്ടായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ആദ്യമേ ഒന്ന് നന്നായിട്ടൊന്ന് ഇത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ നല്ല സ്കിന്നൊക്കെ നല്ല ഇതായിട്ട് വലിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു പാക്ക് പോലെ വെച്ചിട്ട് 20 മിനിറ്റ് ഞാൻ വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്ക് ആണെന്ന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. 100% ഷുവറാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.